ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള സാധാ മൊബൈൽ ഫോണിനെ നമുക്ക് DSLR ക്യാമറയുടെ എഫക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ റിവ്യൂ ആണ് കൂട്ടുകാർക്ക് പങ്കുവെക്കാൻ പോകുന്നത്. നിങ്ങൾ പല കൂട്ടുകാരും എടുക്കുന്ന ഫോട്ടോസ് കാണാൻ സാധിക്കും, ബാക്ക്ഗ്രൗണ്ട് മുഴുവനായും ബ്ലർ ആവുന്നത്. ഇപ്പം എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് എടുക്കുന്ന ഫോട്ടോസിനെ നിങ്ങൾക്ക് അങ്ങനെ ആക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ആണ്. ഇനി അതല്ല, നിങ്ങൾ സാധാരണ നിങ്ങളുടെ ഗാലറിയിൽ നല്ലൊരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു DSLR എഫക്റ്റിൽ ഒരു ബ്ലർ രീതിയിൽ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ ഇവരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ചെയ്യുക? ഇത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ DSLR ബ്ലർ, അതുപോലെ ഷൂട്ടിംഗ്. നമുക്ക് ഡയറക്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് DSLR ആക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായ ഷൂട്ടിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം ഷൂട്ട് ചെയ്ത് എടുക്കുന്നില്ല. എൻ്റെ ഗാലറിയിലുള്ളൊരു സാധാ ഫോട്ടോയെ നമുക്ക് DSLR എങ്ങനെ ആക്കാൻ നോക്കാം. അപ്പം DSLR ബ്ലർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണത് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം ഈ ഫിറോസ് എന്ന് പറയുമ്പോൾ കൂടെ എൻ്റെ ഫാമിലി നിൽക്കുന്ന ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. ആ ഫോട്ടോ 3 സെക്കൻഡ് കൊണ്ട് നമുക്ക് റെഡിയാക്കി തരുന്നതായിരിക്കും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഫോട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ താഴെ കാണുന്ന ഈ ബാർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ മാറുന്നത് നിങ്ങൾക്ക് ഇതാണ് ഒറിജിനൽ ഫോട്ടോ ഉണ്ടോ? ഇതാണ് ഒറിജിനൽ ഫോട്ടോ. പക്ഷേ ഒറിജിനൽ ഫോട്ടോ നമ്മൾ ഈ സൈഡിലേക്ക് നീക്കുന്നതനുസരിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഏത് ബ്ലറാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഏകദേശം ഒരു 1.4.8 ഏറ്റവും നല്ലത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി അതുപോലെ ക്യാമറ ലെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട്. നമുക്ക് ഏതാണ് വേണ്ടത് നമുക്ക് ഇവിടെ കൊണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് യൂസ് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ലെൻസിൽ എടുക്കുന്ന ഫോട്ടോ ആയി മാറും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വേറെ രീതിയിലായി മാറി. ഇനി ഈ ലെൻസാണ് വേണ്ടതെങ്കിൽ ആ ലെൻസിൻ്റെ വേറെ രീതിയിലായി മാറി. എന്നുവെച്ചാൽ മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ വേറൊരു ഫോട്ടോ കൂടി ജസ്റ്റ് കാണിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിൽ ഫോണിലേക്ക് സേവ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇത്ര മാത്രമേ ഇത് ചെയ്യേണ്ടതുള്ളൂ. ഞാൻ ജസ്റ്റ് ബാക്ക് അടിച്ചതിന് ശേഷം വേറൊരു ഫോട്ടോ കൂടി കാണിച്ചു തരാം. ഓക്കെ, തൽക്കാലം ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. കുറേ അല്പം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ ഫോട്ടോ എത്തിക്കഴിഞ്ഞു. ആ ഫോട്ടോത്തിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒറിജിനൽ. ഓക്കെ, ഇത് സൈഡിലേക്ക് നീക്കുമ്പോൾ അതിൻ്റെ മാറ്റം. ഓ വാവ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം DSLR എഫക്റ്റായി മാറി. ഇനി നമുക്ക് മുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താഴെ കാണുന്ന സേവ് എന്നുള്ള ബട്ടണിന് മേലെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി മൊബൈൽ ആൽബത്തിലേക്ക് സേവ് ആവുകയും ചെയ്യും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട്.